എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ വലിയ ശല്യം ഉണ്ടായിരുന്നില്ല. ഇതപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കണു. ആ ഓലെന്നെ ജമ്പനും തുമ്പനും. എന്തായാലും നമുക്കേ തുടക്കം തന്നെ ഒരു പ്രാർത്ഥനയിൽ നിന്ന് തുടങ്ങാം. അതിൻ്റെ മുന്നേ ഒരു കാര്യം മറന്നല്ലോ. ആ ഇപ്പം കറക്റ്റായി. എന്നാൽ പിന്നെ തുടങ്ങിയാലോ. റെഡി 1 2 3. ലോകം മുഴുവൻ സുഖം പകരാനായി ശുപ്പാണ്ടികൾ വരവായി, ഇവരെ എല്ലാരും മാതൃകയാക്കി ഒലക്കമല ജീവിതം ജീവിക്കണം. ഇതുപോലെ നാണോ മാനോമില്ലാത്ത ഇവരെ കണ്ട് നാം പഠിക്കണം. ഇതുപോലെ നാണോ മാനോമില്ലാത്ത ഇവരെ കണ്ട് നാം പഠിക്കണം. എന്ത് പറഞ്ഞാലും ഉസുറും പുളിയും ഇല്ലാത്ത രണ്ട് ജന്മങ്ങളാ. എന്ത് പറഞ്ഞാലും ഉസുറും പുളിയും ഇല്ലാത്ത രണ്ട് ജന്മങ്ങളാ. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നാം, ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സകൃതകൃതാവായ നാട്ടുകാരെ, അപ്പം അങ്ങനെ പ്രാർത്ഥന അവസാനിച്ചിരിക്കുന്നു. അപ്പം അങ്ങോട്ടേ ഇതാണ്ട് ഊരിയേക്കാം. എന്താ അറിയില്ല, കണ്ണാണില്ല. ആ അപ്പം അതൊക്കെ പോട്ടെ. ഇനിയിപ്പോൾ പ്രാർത്ഥനയും ബൈത്തൊക്കെ ആയിട്ടേ നിങ്ങളെ ബോറടിപ്പിക്കണില്ല. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പം രണ്ടും കൂടി റോട്ടിൽ ഇറങ്ങിയിട്ടേ അഭ്യാസ പ്രകടനങ്ങളും പിന്നെ മറ്റേ പച്ചക്കറിനെ കുറിച്ചിട്ട് എന്തൊക്കെ സാഹിത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടാലോ? എന്നാ വരും. കുക്കുംബർ സാധാരണ ഉപയോഗിക്കുന്നത് എന്തിനാണ്? കുക്കുംബർ സാധാരണയായിട്ട് ക്രിക്കറ്റ് കളിക്കാനും മറ്റേ ഫുട്ബോൾ കളിക്കാനൊക്കെ അല്ലേ ഉപയോഗിക്കുക. ഇജ്ജ് വന്ന കാര്യം പറഞ്ഞ. കുക്കുംബർ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ സലാഡായിട്ട് യൂസ് ചെയ്യാം, വളരെ നല്ലതാണ്. വേറെ ഒരു പരിപാടിക്കും കുക്കുംബർ യൂസ് ചെയ്യാൻ പാടില്ല. കുക്കുംബർ കഴിക്കാനുള്ള സാധനം മാത്രമാണ്. ആ അതെയോ, സാധാരണ മനുഷ്യന്മാരൊക്കെ അതിനൊക്കെ തന്നെ ഉപയോഗിക്കുക. അല്ല തോമാച്ചൻ എന്താ ഉദ്ദേശിച്ചേ? മോശം മോശം മോശം, വളരെ മോശം. അല്ല ആരപ്പോൾ ഈ കുക്കുംബറിനെ കുറിച്ച് പറയണതെന്ന് നോക്കണം. ഒരു ഉപകാരമില്ലാത്ത ഓരോ കോവൊക്കെ വെച്ച് നടക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്നത്. ആദ്യങ്ങളെ കോവയ്ക്കും കൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ നോക്ക്, എന്നിട്ട് മതി കുക്കുംബറിനെ പറയാം. അതുകൊണ്ടേ അധികം അതിൻ്റെ മഹിമയൊന്നും പറയാതിരിക്കണതാണ് എനക്കും എൻ്റെ കോവക്കും നല്ലത്. ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പുതിയൊരു നിയമം ഇറങ്ങിക്കണല്ലോ, സ്ത്രീകൾക്ക് KSRTCയിൽ ഫ്രീ ആണെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ അത് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? പിന്നെന്താ, ഞാൻ സ്ത്രീ എനിക്ക് സൗജന്യ യാത്ര വേണ്ട. പിന്നെ സൗജന്യം തന്നില്ലെങ്കിൽ ഞാൻ അവിടെ പ്രതിഷേധം ഉണ്ടാക്കും. ഞാനത് ആ ഒരു നിയമം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ടേ ഞാൻ അടക്കും. എന്താ പറഞ്ഞേ? സ്ത്രീയോ? ആര്? ഇജ്ജോ? എപ്പോ? എവിടെ? ഇജ്ജ് രണ്ട് പൂക്കുറ്റിണ്ട് വെച്ച് കഴിഞ്ഞാലേ ഇജ്ജ് സ്ത്രീ ആവോ? ഇജ്ജ് ആണാണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇജ്ജ് അതും അല്ല. അപ്പം ഇജ്ജ് എവിടെ ബസ്സിൽ നിൽക്കുക? സെൻറ്ററിലോ? എന്നിട്ട് വേണം അതുപോലത്തെ ഡ്രൈവർ ബ്രേക്ക് ഓട്ടി കഴിഞ്ഞാലേ പെണ്ണുങ്ങളൊക്കെ പാടെ പറയാനേ ഇതാ സാഗർ എലിയാസ് ജാക്കി കയറിയിരിക്കണു. ഇനിയിപ്പോൾ എനിക്ക് ഇജ്ജ് തല്ലും പൊടിയൊക്കെ കൂടിയിട്ടേ ഫ്രീ ടിക്കറ്റ് തന്നു എന്ന് തന്നെ ഇരുതാ. അങ്ങനെ എനിക്ക് തന്നു കഴിഞ്ഞാലേ ആണുങ്ങളായിട്ടുള്ള ഞങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ എന്താ ഇപ്പോൾ ഈ ഒരാണിന് മാത്രം എത്ര പ്രത്യേകത? അപ്പം ഞമ്മക്കും വേണം ഫ്രീ ടിക്കറ്റ്. ഇജ്ജ് ഒരു കാര്യം ചെയ്തോ, ബസ്സിൻ്റെ മുകളിൽ കയറിന്നോ. അതാകുമ്പോൾ പ്രത്യേകിച്ച് ആർക്കും പരാതി ഉണ്ടാവില്ല. അല്ല പിന്നെ ഒരു ബസ്സിലേ ഒരു ബെല്ലും ബ്രേക്കും മതി. ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ടുള്ളതേ വേണ്ട. അതുകൊണ്ടേ തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. അല്ല ഇപ്പം പഴയമാതിരി തള്ളൊന്നുമില്ലേ? അതൊക്കെ നിർത്തിയോ? വെച്ച എൻ്റെ ഒരു ബാഗാണ്. ഇതിന് വില 2 lakhs ആണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? പക്ഷെ 2 lakhs ആണ് വില. ഇതാ വന്നു ഈ തൊള്ളിയും കൊണ്ടേ ഇതിന് മാത്രമുള്ള അറിയാം. 2 lakhs ആണ്, 5 lakhs ആണ്, ഇങ്ങനെ നുണ പറയാൻ മാത്രമുള്ള അറിയാം. അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും വില പിടിപ്പുള്ള ബാഗ് എന്തിനാ എനക്ക്? നിങ്ങളെ രണ്ടാളെയും സാമാനിടാനോ? അല്ല അത് ഇടാനുള്ള വലിപ്പല്ലേ ഉള്ളത്, അങ്ങോട്ട് ചോദിച്ചതാ. എന്തായാലും ആ ബാഗിൻ്റെ സിബ്ബണ്ട് ഇട്ടളാ, അല്ലെങ്കിൽ വല്ല കാക്കേ പെരുന്തോ വന്നിട്ടേ മറ്റേണ്ട് കൊത്തിക്കൊണ്ടുപോകും. അതെങ്ങാനും പോയി കഴിഞ്ഞാലേ പിന്നീട് ഒരു മനംമാറ്റം വന്നു കഴിഞ്ഞാലേ പിന്നെ എൻ്റെ 2 ലക്ഷമോ 3 ലക്ഷമോ ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യമല്ല. എവിടെയും വാങ്ങാൻ കിട്ടാത്ത ISI മുദ്ര ഉള്ളതാണത്. അതുകൊണ്ടേ നല്ലോണം സൂക്ഷിച്ചോ. അല്ല മാനെ ഇത് ഇവിടുന്ന് കിട്ടിയതാ? മൈസൂർ രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബാഗാണ് ഇത്. ഞാൻ അവിടുത്തെ ഒരു എന്താ പറയാ എക്സിബിഷന് പോയപ്പോൾ ഞാൻ അവിടുന്ന് അവിടുന്ന് കട്ടെടുത്തേക്കേ. ഇതൊന്നല്ല, ഇതാരോ പ്രൊമോഷൻ ചെയ്യാൻ കൊടുത്തേക്ക. അല്ലാതെ എന്ത്? എന്നിട്ട് പറയുന്നുണ്ടില്ലേ മൈസൂർ രാജാക്കന്മാര്. പിന്നെ ഇജ്ജ് പറയുന്ന കേട്ട് കഴിഞ്ഞാലേ ഓലിക്ക് ഈ ബാഗിന്റെ കച്ചവടാന്ന് തോന്നും. ഇജ്ജ് ഈ ബാഗും വെച്ചിട്ടേ ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാലേ ഈ ബാഗ് കണ്ട് വൈറലാകും. അത് വൈറലായി കഴിഞ്ഞാലേ ആ ബാഗിന്റെ കച്ചവടം കൂടും. അപ്പം അതിനൊരു കമ്മീഷൻ അനക്കും കിട്ടും. എന്നിട്ട് ആ കമ്മീഷങ്ങൾ രണ്ടാളും വൈറലാക്കും. ഇതല്ലേ ഇപ്പൊ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കണത്. വല്ല കൈക്കോട്ട് എടുത്തിട്ടേ കളക്കാനോ വല്ല തെങ്ങിന് തളടാനോ പോയിക്കൂടെ മുതുക്ക. എന്നിട്ടോ എൻ്റെ മൈസൂർ രാജാക്കന്മാര് പെയ്ക്കോ അവിടുന്ന്. അല്ല ഇജ്ജെന്തൊക്കെയാ താമരനെ കുറിച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞിരുന്നല്ലോ, അതെന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താമര വിളി. എന്ത് താമര വളിന്നോ?
എന്തൊക്കെയാണ് ഈ പറയണേ? കാര്യം പറയും. അന്നം വിളയുന്നതും ചളിയിലാണ്, പക്ഷെ ആ രണ്ട് ചളിക്കും വ്യത്യാസമുണ്ട്. താമര വിരിയുന്ന ചളിക്ക് സ്മെല്ല് ഉണ്ടാവും, ഭയങ്കര ദുർഗന്ധമായിരിക്കും. അതിപ്പോ പുതിയ അറിവാണല്ലോ. അതിപ്പോ ഏത് കിഴങ്ങനെ പറഞ്ഞല്ലേ? ഈ കിഴങ്ങനാണല്ലേ? എന്തുവാടേ, ഒരു പാർട്ടിനോട് വിയോജിപ്പുണ്ട് കരുതിയിട്ടേ അത് താമരമ്മ കാട്ടണോ? താമര ഇന്ത്യയുടെ ദേശീയ പുഷ്പാണ്. എൻ്റെ കളിയൊക്കെ മാറും. ഇജ്ജി പറയണ മാതിരിയേ അത് ചളിയിൽ മാത്രമൊന്നല്ല ഉണ്ടാകുക. അത് എത്രയോ നല്ല നല്ല കുളങ്ങളിലേ വിരിഞ്ഞു നിൽക്കണ ഇജ്ജ് കണ്ടിട്ടില്ല? എങ്ങനെ കാണാനല്ലേ? ആദ്യം അവനാൻ്റെ ഒന്ന് വിരിയണ്ടേ, പിന്നല്ലേ ബാക്കി. അപ്പൊ അതും കൊണ്ടേ അതൊക്കെ എവിടെ വേണമെങ്കിലും വിരിയും. അതൊരു പുഷ്പമായിട്ട് കാണ്, അല്ലാതെ ഒരു പാർട്ടി ആയിട്ട് കാണണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ എൻ്റെയൊക്കെ മനസ്സിലാണ് ചളി. ആദ്യം അത് മാറ്റേ. എന്നിട്ട് ബാക്കി പറ എന്ന് വിചാരിച്ച് നമ്മൾ ചേറിൽ കളിച്ചാലും ഇതിൽ കളിച്ചാലും വിരിയേണ്ടതേ വിരിയൂ, വിരിയാത്തത് വിരിയത്തില്ല. അതുകൊണ്ടാക്കറല്ലേ എൻ്റെയൊക്കെ ഇങ്ങനെ ചുങ്ങിപ്പോയത്. അതൊക്കെ ഇനി ജന്മത്ത് വിരിയോന്നാവോലേ? വല്ല ചാൻസും ഉണ്ടോ? ഒരു 10%, ഒരു 1%, ഒരു 0 ഇല്ല അല്ലേ? അതിനൊക്കെ കുറിച്ചിട്ട് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യല്ലേ? പോയത് പോയി. അല്ല, ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ജി സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കണില്ലേ? അപ്പൊ എനിക്കൊരു നാണമാനം ഇല്ലാത്ത മാതിരി ഒന്നും തോന്നണില്ല. സാരി എങ്ങനെ ഒരു അപമാനമായിട്ടുള്ള ഡ്രസ്സായി മാറും? സാരി നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ എല്ലാവരും വേറെ സംഭവിച്ചതാണ്. സാരി അഭിമാനമൊക്കെ തന്നെയാണ്. അതല്ലേ ചോദിച്ചേ? ഇജ്ജ ഇട്ട് നടക്കുമ്പോഴേ എനക്ക് നാണമാനം ഒന്നും തോന്നണില്ലേന്ന്. അല്ല, ഇങ്ങനെ നാണമാനം അല്ലാത്ത പരിപാടിയൊക്കെ കാട്ടിട്ടേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതിയോ? വേറെ പ്ലാനൊന്നും ഇല്ലേ? സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇജ്ജൊക്കെ എന്ത് തേങ്ങയാണ് അതിൽ കാട്ടി കൊടുക്കുക? കണ്ടന്റ് ഞങ്ങളെ കണ്ടന്റ് തന്നെ, എല്ലാ കണ്ടന്റുകളും അതിലെടുത്ത എന്തെല്ലാ കണ്ടന്റും? എൻ്റെ മറ്റേ മുത്തം കൊടുക്കണതോ? അല്ല, എൻ്റെ പറച്ചിലൊക്കെ കേൾക്കുമ്പോഴേ അതേമാതിരിയാ തോന്നണേ. താൻ തരികിടത്തവും ദേ കിടക്കണം. മീൻസ് ഞങ്ങളുടെ സെക്ഷുവാലിറ്റിയിൽ ഞങ്ങളുടെ ഇന്റിമസി സീനുകളൊക്കെ ആയിരിക്കല്ലോ, അതൊക്കെ മാക്സിമം. അയ്യേ, ഞങ്ങളെ സെക്ഷുവാലിറ്റിയോ? മലയാളത്തിൽ പറഞ്ഞാലേ കോൽക്കളി. അതൊക്കെ കാണാൻ ഇനി സബ്സ്ക്രിപ്ഷൻ കൊടുക്കണോ? ഒന്ന് പോടെ ഇവിടുന്ന്. നിങ്ങളെ സെക്ഷുവാലിറ്റി ആണെങ്കിലേ ഇനിയിപ്പോൾ റീചാർജും ചെയ്യണം. ഇങ്ങനെ ഒരു നാണമാനല്ലാത്ത ആൾക്കാരെ ഈ ലോകത്ത് വേറെ ഉണ്ടാവും തോന്നില്ല. അപ്പം എന്തായാലും വേണ്ടവരൊക്കെ എളുപ്പം ചെന്നോളിയും. ചിലപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കുകൾ ഉണ്ടാകുക, ചിലപ്പോൾ തീർന്നാലോ. എൻ്റെ അപ്പോ വല്ലാത്തൊരു ചങ്ങായിമാരനെ. എന്തായാലും ഇതിനൊന്നൊരു അവസാനം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് നിർത്താം. അപ്പം എന്തായാലും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.